ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് കൊല്ലത്തുള്ള RP മാളിലാണ് ഗൈസ് പോയത്. അപ്പോൾ അവിടെ കുറേ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു 5th ഫ്ലോറിൽ. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൈക്ക് റേസിങ്ങിൻ്റെ ഇതിൽ കയറി ഒന്ന് ജസ്റ്റ് പേടിച്ചു നമ്മൾ വീണപ്പോൾ. പിന്നെ പതുക്കെ നമ്മൾ കയറി. പക്ഷെ നമ്മൾ ഗെയിമിൽ തോറ്റു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് കളിക്കാൻ അറിയാത്തതുകൊണ്ട് നമ്മൾ ആ ഗെയിമിൽ നിന്ന് പതുക്കെ ഇറങ്ങി. ഇനി ഏതിൽ കയറണം എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മൾ അടുത്ത 2-3 ഗെയിമൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇവിടെ കുറേ ഗെയിംസ് ഉണ്ട്. നമ്മളിപ്പോൾ 300 കൊടുത്താൽ നമുക്കൊരു 5 കോയിൻസ് കിട്ടും. ആ കോയിൻസ് യൂസ് ചെയ്ത് നമുക്ക് ഏതിൽ വേണമെങ്കിലും കയറാം, നമുക്ക് ഇഷ്ടമുള്ള ഗെയിമിൽ. 500 ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 10 കോയിനാണ് കിട്ടുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ അതിനകത്ത് അംഗമൊക്കെ കഴിഞ്ഞ് പതുക്കെ വേറൊരു ഗെയിമിലോട്ട് കയറി. അത് കുഞ്ഞു മക്കൾക്കുള്ളതാണ്, എന്നാലും നമ്മൾ അതിനകത്ത് കയറി. വേറെ വലിയ ഗെയിംസ് ഒന്നും നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ അതിനകത്ത് കയറി ഗൈസ്. അങ്ങനെ അതിൽ കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് ഇങ്ങനെ പൊങ്ങിയും താന്നും ഒക്കെ പോയി. അടുത്തിങ്ങനെ അവിടെ ഒരു ഹെൽപ്പിനൊരു ചേച്ചി നിൽപ്പുണ്ട്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞ് ഇത് നല്ല ഗെയിമാണ്, ഇങ്ങനെ ഓരോരുത്തർ പൊങ്ങി വരും. അപ്പോൾ നമ്മൾ അവരെ തലയ്ക്ക് ഇങ്ങനെ ഒരു കൊട്ട് കൊടുത്താൽ മതി. അത് കളിക്കാൻ നല്ല ആവേശം ഉണ്ടായിരുന്നു. കൊട്ടി പഠിച്ചുകൊണ്ടായിരിക്കും കൊച്ചിന് നല്ല ആവേശം ഉണ്ടായിരുന്നു അത് കളിക്കാൻ. അങ്ങനെ കുറേ നേരം അതിനകത്തൊക്കെ ഓരോരുത്തരെ അടിച്ചടിച്ചൊക്കെ വീഴ്ത്തി. അപ്പോൾ നമുക്കതിൽ 91 പ്രാവശ്യം അങ്ങനെ വരും. അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം അടിക്കുന്നു അത് നമ്മുടെ സ്കോറായിട്ട് ഇങ്ങനെ കാണിക്കും. അങ്ങനെ അത് കുറേ നേരമൊക്കെ കളിച്ച് ചക്കട്ട തലയ്ക്കടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് നല്ല ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മളൊരു സ്കൂട്ടർ എടുത്തു. വേറെ എന്താ പറയുക, കാറും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഒരു സ്കൂട്ടർ പോലെ എടുത്തു. അതും ഇതിനകത്ത് കോയിനിൽ തന്നെ വരുന്നതാണ്. അത് നമുക്ക് 2 റൗണ്ടാണ് അവർ തരുന്നത്. ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ 2 റൗണ്ട് നമുക്കിങ്ങനെ ചുറ്റിക്കറങ്ങി വരാൻ പറ്റും. അപ്പോൾ അത് അവിടെ തന്നെ ആ ഒരു ഫ്ലോറിൽ തന്നെ നമുക്കിങ്ങനെ കറങ്ങി വരും. അപ്പോൾ ആദ്യം കുഞ്ഞാറ്റയ്ക്ക് കയറിയപ്പോൾ അല്ലുവിന് കയറിയപ്പോൾ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. എന്നാലും നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി നല്ലപോലെ വണ്ടിയൊക്കെ ഓടിച്ചു കൊണ്ടുപോയി. അപ്പോൾ ഇങ്ങനെ പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്കൂട്ടിയുടെ തന്നെ 2 എണ്ണം ഉണ്ട്, പിന്നെ കാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഒരു കോയിൻ കൂടിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു ബാസ്ക്കറ്റ് ബോൾ ഉണ്ട്, അത് നല്ല രസമുണ്ടായിരുന്നു. 3 ബോളുണ്ട്, അത് നമ്മളിങ്ങനെ എറിഞ്ഞ് വീഴ്ത്തണം. അതും നമ്മുടെ സ്കോർ അതിനകത്ത് ഇങ്ങനെ കാണിക്കും. അത് എനിക്ക് തോന്നുന്നു പാണ്ടാ ഹൂപ്സോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. ഓരോ ഗെയിമിനും ഓരോ പേരുണ്ട്, പക്ഷെ നമുക്ക് പേരൊന്നും അറിയില്ല. നമ്മൾ ജസ്റ്റ് കളിച്ചിട്ടിങ്ങ് പോരും. അപ്പോൾ നല്ല കളിച്ചതിൻ്റെ ക്ഷീണത്തിൽ അടുത്ത് നമ്മൾ എന്തെങ്കിലും ഒന്ന് ഫുഡ് ഒരു ഞം കഴിക്കാമെന്ന് കരുതി ഇവിടെ ചിക്കീസ് എന്ന് പറഞ്ഞ് 4th ഫ്ലോറിലൊരു ഷോപ്പുണ്ട്. അങ്ങനെ അവിടെ വന്നതാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഓർഡർ കൊടുത്തു. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അല്ലുവിന് എപ്പോൾ ഫുഡ് കിട്ടുമെന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് ഫുഡ് എത്തി. അപ്പോൾ നമ്മളെല്ലാവരും കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചു. ഫ്രൈസും ചിക്കനും എല്ലാം നമ്മൾ ചെറുതായിട്ട് 4 പേർക്ക് ജസ്റ്റ് ഒരു സ്നാക്സ് പോലെ നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മളതെല്ലാം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നല്ല ചൂടുള്ളതുകൊണ്ട് നമ്മളെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് അല്ല് കഴിച്ചു കഴിഞ്ഞേയില്ല, കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അത് നമ്മൾ ഓർഡർ ചെയ്ത് ഒരു 4 പീസ് ചിക്കൻ ഒരു മീലാണ് ഓർഡർ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ജസ്റ്റ് അവിടേക്ക് ഒന്നൊരു ഫോട്ടോ ഇതൊക്കെ എടുത്ത് നമ്മൾ നേരെ പോയത് കൊല്ലത്തുള്ള MK ഫാബ്രിക്സിലാണ്. അവിടുന്ന് വീണ്ടും നമ്മൾ ഇറങ്ങി പിന്നെ പോയി നമ്മൾ പള്ളിയിൽ പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് എല്ലാ ക്ഷീണവും മാറ്റാൻ ഒരു സർബത്തും ഒരു നാരങ്ങ സോഡയും കുടിച്ച് കൊല്ലത്തിന് ബൈ പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്. ഇത് കൊല്ലം സെൻറ്റ് ജോസഫ് സ്കൂളൊക്കെ വരുന്ന സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിലാണ് കയറിയ. ബസ്സിൽ നല്ല അടിപൊളി പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബസ്സിൽ കയറി നമ്മൾ നേരെ വീട്ടിലോട്ട് യാത്ര പോവാണ്.